ഹെഡ് സ്റ്റേവ് ചർച്ചിൽ സ്റ്റോപ്പ് ഓവർ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ സൗത്തിലേക്ക് പോവാണ്. നോർവേയിൽ മുക്കിന് ടണലുകളാണ്. ചിലതിന്റെ ഉള്ളിൽ പള്ളിപ്പെരുന്നാൾ പോലെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നോർവേയിലെ ബെർഖൻ സൈഡാണ് കേട്ടോ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്. ഓസ്ലോയിൽ നിന്ന് ബെർഖനിലേക്ക് ഏകദേശം ഒരു 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പോകുന്ന വഴിയാണെങ്കിൽ ഒരേ പൊളി. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം കീറാങ് ബോൾട്ടൺ ആയിരുന്നു. അങ്ങോട്ടേക്ക് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് 30 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകും. കുറച്ചങ്ങ് ഉള്ളിലേക്ക് പോയപ്പോഴേക്കും അവിടെ വിന്റർ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. റോഡ് സൈഡിലൊക്കെ മഞ്ഞുണ്ടായിരുന്നു. ഈ 30 കിലോമീറ്റർ ഏകദേശം തീരെ ആളില്ലാത്തൊരു പ്രദേശമായിരുന്നു. നോർവേയുടെ അതുവരെ കണ്ട ഗ്രീനറി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. പോകുന്ന വഴിക്കാണെങ്കിൽ പൊരിഞ്ഞ മഴ, അതുകൊണ്ട് പോണ വഴിയൊന്നും കാണുന്നുണ്ടായില്ല കേട്ടോ. ഒരു വഴി എത്തിയപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോയാലോ എന്ന് വരെ തോന്നിപ്പോയി. അങ്ങനെ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലെന്ന് ഓർത്ത് നമ്മൾ അവസാനം വരെ അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ പാർക്കിംഗ് ആണെങ്കിൽ ക്ലോസ്. സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വണ്ടി ഇട്ട് നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു കേട്ടോ. എന്നിട്ടൊന്ന് കുക്ക് ചെയ്യാൻ നോക്കിയപ്പോണ്ട് പണി ഗ്യാസ് ഇല്ല. പോരാത്തതിനാണ് കൊടും തണുപ്പ്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ കുക്കിംഗ് നടന്നില്ല, ഉറക്കം കിട്ടിയില്ല. എന്നാലും കഷ്ടപ്പെട്ട് രാവിലെ തന്നെ നമ്മൾ കീറാങ് ബോൾട്ടിന്റെ പാർക്കിങ്ങിലേക്ക് പോയിട്ടോ. കൊടും വിന്ററിലെ സമ്മർ ഡ്രസ് ആയിട്ട് വന്ന് രണ്ടുപേര്. തലേദിവസം പട്ടിണിയാണെങ്കിൽ എന്താ, പിറ്റേ ദിവസം അവിടുത്തെ വ്യൂ പോയിന്റ് കണ്ടപ്പോഴേക്കും ആ വിഷമങ്ങ് പോയി.